നമസ്കാരം. 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണൽ പൂർത്തിയാക്കി അവസാനം തളർച്ചയോടുകൂടി BJP അധികാരത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. മോദി തളർന്നുപോയി അല്ലെങ്കിൽ തകർന്നുപോയി എന്ന് പറയേണ്ടി വരും. മോദിയെ തളർത്തിയതാരാണ്? മോദിയെ സത്യത്തിൽ തളർത്തിയത് RS തന്നെയല്ലേ? മോദിയെ തളർത്തിയത് മോഹൻ ഭാഗവത് തന്നെയാണോ? കാരണം RSSനെ പ്രകോപിപ്പിച്ചതാരാണ്? മോദിയും ഷായും നദ്ദയുമുള്ള കൂട്ടുകെട്ടാണ് ആ തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. മോദിയുടെ മോടി കുറയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള കാരണമായത് എന്ന് പറയപ്പെടുന്ന BJP അധ്യക്ഷനായ JP നദ്ദയുടെ ആ വാക്കുകൾ 2025 സെപ്റ്റംബറിൽ RSSന് 100 വയസ്സാകാൻ പോകുന്നു. ഇക്കാലം അത്രയും പിളർപ്പുകളില്ലാതെ ഏകശിലാരൂപത്തിൽ നിലനിൽക്കാൻ കഴിഞ്ഞത് ആ സംഘടനയുടെ അച്ചടക്കവും വ്യക്തികൾക്ക് മുകളിൽ സംഘടന എന്ന മനോഭാവവും കൊണ്ടാണ് എന്ന് ഈ സംഘത്തിൻ്റെ എതിരാളികൾ പോലും സമ്മതിക്കുന്ന കാര്യമാണ്. അത് മനസ്സിലാക്കുക. പൊന്നുകായ്ക്കുന്ന മരമായാൽ പോലും പുരപ്പുറത്തേക്ക് ചാഞ്ഞാൽ അതിനെ വെട്ടിമാറ്റണമെന്നാണ്. അതിനെ വെട്ടിമാറ്റാൻ മടിക്കാത്ത RSSന്റെ കാർക്കശ്യവും മോദിയുടെ മൂന്നാം ഊഴത്തിലെ തിളക്കം മങ്ങിയ പ്രകടനവും ചേർത്ത് വായിക്കുമ്പോൾ മറ്റു ചിലതുകൂടി അതിനകത്ത് തെളിയുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. RSSന്റെ സഹായം ആവശ്യമായിരുന്ന സമയത്ത് നിന്ന് BJP ഒരുപാട് വളർന്നെന്ന് പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായ JP നദ്ദയുടെ പരസ്യ പ്രതികരണം അത് തിരിച്ചടിയായി എന്ന് തന്നെയാണ് BJP അടക്കം ഇപ്പോൾ വിലയിരുത്തുന്നത്. BJPക്ക് ഇപ്പോൾ ഒറ്റയ്ക്ക് പ്രവർത്തിക്കുവാനുള്ള ശേഷിയുണ്ട് എന്ന് നദ്ദ പറയുന്നു. അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് നിന്ന് BJPയിലെ RSS സാന്നിധ്യം എങ്ങനെയാണ് മാറിയത് എന്ന ചോദ്യത്തിനായിരുന്നു നദ്ദ അത്തരത്തിലൊരു മറുപടി പറഞ്ഞത് എന്നുള്ളതാണ്. ഫലത്തിൽ ഇത് നാഗ്പൂരിനെ ചൊടിപ്പിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അയോധ്യ ഉൾപ്പെട്ട ഫൈസാബാദിൽ പോലും BJP തോറ്റുപോകുന്നു എന്നുള്ളതാണ്. സംഘപരിവാർ ശക്തിയുള്ള UPയിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതിനൊപ്പം തന്നെയാണ് രാജസ്ഥാനിൽ തോൽക്കുന്നു. ഇതിനെല്ലാം വഴിയൊരുക്കിയത് എന്താണ്? നദ്ദയുടെ ആ പ്രസ്താവനയാണ് എന്നുള്ള വാദം BJPയിലെ RSS അനുകൂലികൾ അടക്കം ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ചില വാദങ്ങൾ മറ്റുമുണ്ട് കേട്ടോ. RSSന് ഇനിയും വിധേയമാകേണ്ട സാഹചര്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിലൂടെ BJP ദേശീയ നേതൃത്വത്തിന് ഉണ്ടാകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇനി RSSന്റെ പിന്തുണ BJPക്ക് അനിവാര്യമായി തീരുന്നു. അത്തരത്തിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോകേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഉത്തർപ്രദേശിലടക്കം BJPക്ക് കടുത്ത തിരിച്ചടികൾ വരാൻ പോകുന്നു. മോദിയുടെ പിൻഗാമിയായിട്ട് അമിത്ഷായെ കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് ഈ നദ്ദ അടക്കമുള്ളവർ. അതാണ് RSS വിരുദ്ധ പ്രസ്താവന ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിച്ചത് എന്നുള്ളത്. അമേഠിയിലാവട്ടെ മോദിയുടെ സ്വന്തം സ്ഥാനാർത്ഥിയായിരുന്നു സ്മൃതി ഇറാനിക്ക് പോലും തോക്കേണ്ടി വന്നു. എന്തിന് രാമക്ഷേത്രം നിർമ്മിക്കപ്പെട്ട അയോധ്യയിൽ പോലും BJPക്ക് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കില്ലേ? അയോധ്യ വരുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ BJPയിലെ ലല്ലു സിംഗിനെ സമാജ്വാദി പാർട്ടിയുടെ നേതാവ് മലർത്തിയടിച്ചു തോൽപ്പിക്കുന്നതും കണ്ടില്ലേ? BJPക്ക് ശക്തമായിട്ടുള്ള മേൽക്കോയ്മയുള്ള ഉത്തർപ്രദേശിൽ BJPക്ക് കാലിടറുന്നത് നമ്മൾ കണ്ട കാഴ്ചയാണ്. അനേകം സീറ്റുകൾ നഷ്ടമാവുകയും ചെയ്തു. ഇതിനൊക്കെ പിന്നിൽ RSSന്റെ അതിർത്തിയുണ്ട് എന്നുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട്. അത് BJPക്കടക്കമുണ്ട്. BJPയുടെ നേതാവ് ആരെന്ന് ഇനിയും RSS തന്നെ നിശ്ചയിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇപ്പോൾ BJP എന്ന് പറയപ്പെടുന്ന RSSനെ മാത്രം താങ്ങി നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന് പറയുകയില്ല. പക്ഷേ RSS എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം BJPയെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ RSS പിന്തുണയിൽ വളർന്ന നിലവിലെ BJP നേതൃത്വം എന്ന് പറയപ്പെടുന്നത് RSSന്റെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകാൻ കഴിയുമോ? കഴിയില്ല. സംഘപരിവാറിൻ്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ സംഘപരിവാർ എന്ന് പറയപ്പെടുന്ന അവരുടെ ബലത്തിൽ മാത്രം കഴിയുന്നൊരു പാർട്ടിയാണ് BJP എന്നുള്ളത് മറന്നു പോകരുത്. ഇവിടെ ഇപ്പോൾ രാജസ്ഥാൻ്റെ കാര്യം പറഞ്ഞല്ലോ. രാജസ്ഥാനിൽ എന്താ സംഭവിച്ചത്? രാജസ്ഥാനിൽ പലപ്പോഴും വസുന്ധര രാജ സിന്ധ്യ അടക്കമുള്ളവരെ മാറ്റി നിർത്തിക്കൊണ്ടൊരു സംവിധാനം ഉണ്ടാക്കിയെടുക്കുവാൻ BJP ശ്രമിച്ചത് പരാജയമായി എന്നുള്ളതാണ്. നദ്ദ അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ഞങ്ങൾക്ക് തുടക്കത്തിൽ ശക്തി കുറവായിരുന്നു. അന്ന് RSSന്റെ ആവശ്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ അങ്ങനെയല്ല, വളർന്നു വലുതായിരിക്കുന്നു. BJP എന്ന് പറയപ്പെടുന്ന ഇന്ന് സ്വയം പ്രവർത്തിക്കുവാൻ ശേഷിയുള്ള ഒരു പ്രസ്ഥാനമായി മാറിയിരിക്കുന്നു. BJPക്ക് ഇപ്പോൾ RSSന്റെ പിന്തുണ ആവശ്യമില്ലേ എന്നുള്ള ഒരു ചോദ്യം കൂടി വന്നപ്പോൾ പാർട്ടി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും അവരവരുടെ ചുമതലകളും റോളുകളും ഒക്കെ ലഭിച്ചിരിക്കുന്നു. RSS ഒരു സാംസ്കാരിക സാമൂഹിക സംഘടനയാണ് എന്നും ഞങ്ങളൊരു രാഷ്ട്രീയ സംഘടനയാണ് എന്നും RSSന്റെ പ്രത്യയശാസ്ത്ര മുന്നണിയാണ്, ഞങ്ങളുടെ കാര്യങ്ങൾ സ്വന്തം രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നും അതാണ് രാഷ്ട്രീയ പാർട്ടികൾ അത്തരത്തിലാണ് ചെയ്യേണ്ടതെന്നുമൊക്കെയാണ് നദ്ദ പറഞ്ഞു വെച്ചത്. നദ്ദ തളർത്തിയത് BJPയെ മാത്രമല്ല മോദിയെ കൂടിയായിരുന്നു. മോദി എന്ന് പറയപ്പെടുന്ന ഏകശിലാരൂപത്തിലേക്ക് BJP എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം പോയത് RSS എന്ന് പറയപ്പെടുന്ന ഏകശിലയെ തളർത്തിക്കൊണ്ടാകരുത് എന്നുള്ളതാണ്. RSSന്റെ പ്രസ്താവനകൾ, RSSന്റെ നേതൃത്വം, RSSന്റെ കേഡർ സംവിധാനം എന്ന് പറയപ്പെടുന്നത് അങ്ങ് കാശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിനെ കാണാതെ പോയത് നദ്ദയുടെ തെറ്റ്, അല്ലെങ്കിൽ നദ്ദയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചവരുടെ തെറ്റ്.
മോഹൻ ഭാഗവത് എന്ത് കാര്യമാണ് ഇതിനകത്ത് എന്ത് തീരുമാനമെടുത്തത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യതയില്ല. പക്ഷേ ഇവിടെ നരേന്ദ്രമോദിക്ക് ശേഷം ആര് എന്നുള്ളൊരു ചോദ്യം ഉയർന്നപ്പോൾ അത് അമിത്ഷാ ആയിരിക്കണമെന്ന് തീരുമാനിക്കുന്ന BJP ഘടകത്തിൻ്റെ ചില ചിന്തകൾ, അല്ലെങ്കിൽ BJPയിലുള്ളവരിലെ കുറച്ചുപേരുടെ ചിന്തകൾ RSSനെ തള്ളിപ്പറയാൻ പ്രേരണയായി എന്ന് വേണമെങ്കിൽ പറയാം. അമിത്ഷായുടെ ഏകാധിപത്യ പ്രവണതയാണ് നദ്ദയെ കൊണ്ട് അത്തരത്തിൽ പറയിപ്പിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അമിത്ഷായുടെ ആ പ്രവർത്തനങ്ങൾ BJPയെ തളർത്തിക്കളഞ്ഞിരിക്കുന്നു, മോദിയെ തകർത്ത് കളഞ്ഞിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. പല പ്രസ്ഥാനങ്ങളും 133ഓളം വരുന്ന മുൻകാല MP മാരെ തഴഞ്ഞത് BJPക്ക് വല്ലാത്ത അടി നൽകി എന്നുള്ള കാര്യത്തിലും സംശയമില്ല. ഹർഷവർദ്ധൻ അടക്കമുള്ള പല MP മാരെയും മാറ്റി നിർത്തിയത് ഈ BJP എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തെ തളർത്തിക്കളഞ്ഞു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പക്ഷേ ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? മോദിക്കും അമിത്ഷായ്ക്കും മുകളിലേക്ക് ആരും വളരരുത് എന്നും ആ വളർച്ചയെ കാണുവാനുള്ള കെൽപ്പില്ല എന്നും സ്വയം തീരുമാനിക്കുന്നത് കൊണ്ടാണ് മോഹൻ ഭാഗവതിനെയും RSSനെയും തള്ളിക്കളയേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ഈ BJPക്കുള്ളിൽ. കാരണം BJP എന്ന് പറയപ്പെടുന്ന മോദിയും അമിത്ഷായുമായി മാറുന്ന ഒരു രണ്ട് വ്യക്തി കേന്ദ്രീകൃതമാകുന്ന ഒരു സംവിധാനവും സംഘടനയുമായി തീരുന്നിടത്താണ് RSSന്റെ ഇടപെടലുകൾ ഇനി ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ ഒരു വ്യക്തി കേന്ദ്രീകൃതമല്ല ഇത്. നരേന്ദ്രമോദിയെ ഗുജറാത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പറിച്ചു നടാൻ RSS എന്ന് പറയപ്പെടുന്ന സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ RSS എന്ന് പറയുന്ന സംഘടന നരേന്ദ്രമോദിയെ ഇന്ത്യയുടെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരികയും പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ RSSന് അറിയാം ആരെയാണ് നേതാവാക്കേണ്ടത് എന്ന്. ആ RSSനോട് മനോഭാവമില്ലാത്ത, അല്ലെങ്കിൽ RSSനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന അമിത്ഷായെ ഒരിക്കലും പിൻഗാമിയാക്കുവാൻ RSS തയ്യാറാകില്ല എന്നുള്ളിടത്താണ് അമിത്ഷായുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നതും RSSനെ മാറ്റി നിർത്തിക്കൊണ്ട് BJP എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാമെന്നും ഒക്കെ കരുതിയത്. വെറുതെ ഒരു ചെറുവിരലും നനക്കിയപ്പോൾ മോഹൻ ഭാഗവതും RSSും ഒരു ചെറുവിരലും നനക്കിയപ്പോൾ തകർന്നു പോവുകയാണ് BJP എന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് ഒരു പുനർവിചിന്തനം നടത്തേണ്ടിയിരിക്കുന്നു. RSSനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പോകേണ്ടതാണ് BJP എന്നുള്ള പുനർവിചിന്തനം. അതിനുള്ള സമയം സമാഗതമായിരിക്കുകയാണ്.